കെ.എം. മാണിക്ക് സ്മാരകം പണിയാനുള്ള സർക്കാരിന്റെ തീരുമാനത്തെ പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. നരകത്തീയിൽ വെന്തു മരിക്കുമെന്ന് ശാപവാക്കുകൾ ചൊരിഞ്ഞവർ തന്നെ മാണി സാറിന് സ്മാരകം പണിയുന്നത് നല്ല കാര്യമെന്നാണ് സതീശൻ പറഞ്ഞത്. 10 കൊല്ലമായപ്പോഴാണ് സ്ഥലം അനുവദിച്ചിരിക്കുന്നത്. മാണി സാറിനെ എങ്ങനെയൊക്കെ അപമാനിക്കാം എന്ന് നോക്കിയവരാണ് ഇപ്പോൾ അധികാരത്തിൽ ഇരിക്കുന്നത്. അവർ തന്നെ മാണി സാറിന് സ്മാരകം പണിയണം. അതിന് തങ്ങൾ കൂടി നിമിത്തമായതിൽ സന്തോഷമുണ്ടെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. കേരള കോൺഗ്രസിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ടും സതീശൻ പ്രതികരിച്ചു. കേരള കോൺഗ്രസുമായി ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് സതീശൻ പറഞ്ഞു. കേരള കോൺഗ്രസ് മുന്നണിയിലേക്ക് വരുമെന്ന് താൻ പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, വ്യക്തികൾ, വിവിധ സമൂഹങ്ങൾ, സോഷ്യൽ ഗ്രൂപ്പുകൾ അടക്കം യു.ഡി.എഫിലേക്ക് തിരിച്ചുവരുമെന്നാണ് താൻ പറഞ്ഞത്. എൽ.ഡി.എഫിലും എൻ.ഡി.എയിലുമുള്ള കക്ഷികൾ വരുമെന്ന് താൻ പറഞ്ഞിരുന്നു. അത് സത്യമായി. ഇന്ന് വയനാട്ടിൽ ഒരാൾ സി.പി.ഐ.എം വിട്ടിട്ടുണ്ടെന്നും സതീശൻ പറഞ്ഞു. കോൺഗ്രസിലെ വനിതാ നേതാക്കൾക്കെതിരെ സി.പി.ഐ.എം കള്ളപ്രചാരണം നടത്തുകയാണെന്ന് സതീശൻ പറഞ്ഞു. ഷാനിമോൾ ഉസ്മാൻ സി.പി.ഐ.എമ്മിൽ ചേരുമെന്നത് തെറ്റായ പ്രചാരണമാണ്. ഷാനിമോളുടെ പിതാവ് മരിച്ചിട്ട് അധികമായിട്ടില്ല. വീട്ടിലിരിക്കുന്ന അവരെ അപമാനിക്കുന്ന വിധത്തിലാണ് പ്രചാരണം. തനിക്കെതിരെയും പ്രചാരണമുണ്ട്. താൻ കൊള്ളക്കാരനാണെന്നാണ് പ്രചാരണമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ അതിജീവിതയെ ഫെന്നി നൈനാൻ അധിക്ഷേപിച്ചതിലും സതീശൻ പ്രതികരിച്ചു. സ്ത്രീകളെ അപമാനിച്ചാലും അത് അംഗീകരിക്കില്ല. പാർട്ടി താക്കീത് നൽകും. വീണ്ടും ആവർത്തിച്ചാൽ പാർട്ടിയിൽ ഉണ്ടാകില്ലെന്നും സതീശൻ പറഞ്ഞു. യു.ഡി.എഫിന്റെ രാഷ്ട്രീയ അടിത്തറ ശക്തമാണെന്നും സതീശൻ ചൂണ്ടിക്കാട്ടി. തങ്ങൾ ടീം യു.ഡി.എഫ് ആണ്. തങ്ങൾ തല്ലിപ്പിരിയില്ല. തല്ലിപ്പിരിയുന്നത് എൽ.ഡി.എഫ് ആണ്. എൽ.ഡി.എഫ് ശിഥിലമാകുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സോണിയാഗാന്ധിയുടെ പേര് സി.പി.ഐ.എം വെറുതെ വലിച്ചിഴച്ചു. കേസിൽ സി.പി.ഐ.എം അനുഭാവികൾ അടക്കം ജയിലിലാണെന്ന് ഓർക്കണം. പ്രതികളെ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ പങ്കുള്ള ആളുകൾ ഇനിയും പുറത്തുണ്ട്. അവരെയും സർക്കാർ സംരക്ഷിക്കുകയാണെന്നും സതീശൻ ആരോപിച്ചു. വാജിവാഹനം അടക്കമുള്ള വിഷയങ്ങളിൽ അന്വേഷണം നടക്കട്ടെയെന്നും ദേവസ്വം ബോർഡ് തുടങ്ങിയത് മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കട്ടെയെന്നും സതീശൻ പറഞ്ഞു. 17 വർഷത്തെ ഈവന്റ് മാനേജ്മെന്റ് രംഗത്തെ സേവനം ജനശ്രദ്ധയാകർഷിച്ച ഹൈലുക്ക് പാർട്ടി പ്ലാനറ്റ് ആൻഡ് ഈവന്റ്സ് വടക്കാഞ്ചേരിയിൽ വെഡിംഗ് കാറ്ററിംഗ് സർവീസ്, ബർത്ത്ഡേ ഡെക്കറേഷൻ, ഹൽദി പ്രോപ്പർട്ടി റെന്റേഴ്സ്, കോർപ്പറേറ്റ് ഈവന്റ്, എക്സിബിഷൻ, ഇനോഗ്രേഷൻ, ട്രാവൽ ടൂറിസം, ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോ, ഹണിമൂൺ പാക്കേജ് എന്നിവ ഇനി ഞങ്ങളിലൂടെ ആഘോഷമാക്കാം. ഹൈലുക്ക് പാർട്ടി പ്ലാനറ്റ് ആൻഡ് ഈവന്റ്സ്, ജോസൺസ് ബി.ഡേ, നിയർ സെന്റ് ഫ്രാൻസിസ് ചർച്ച്, വടക്കാഞ്ചേരി, തൃശൂർ. ഫോൺ 9497558576 9745451369. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.